പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ജീവനുമെന്നെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ എത്തിയായിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ കൂപ്പി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ നടുവിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഒത്തിരി സ്നേഹിച്ചുകൊണ്ട് ലോകത്തിലെ എല്ലാ സക്രാരികളിലും നമ്മെ കൊതിയോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. വിശുദ്ധ ഉപ്രാസ്യമ്മ തനിക്ക് സഹായങ്ങൾ ചെയ്ത വ്യക്തികൾക്കുള്ള തനിക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്ത ഓരോ വ്യക്തികൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. മരിച്ചാലും മറക്കില്ലാട്ടോ, മരിച്ചാലും മറക്കില്ലാട്ടോ. സ്വർഗത്തെപ്പറ്റി, സ്വർഗരാജ്യത്തെപ്പറ്റി, നിത്യതയെപ്പറ്റി കൃത്യമായ ബോധ്യവും ലക്ഷ്യവുമുള്ളവർക്ക് മാത്രമേ ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റൂ എന്നാണ് ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന ഒരു അച്ഛൻ ഇതിനെക്കുറിച്ച് പലപ്പോഴും പറയാറുള്ളത്. നിങ്ങൾ ചെയ്തു തരുന്ന ഉപകാരങ്ങൾക്ക് നന്ദിയേക്കാൾ ഉപരി ഒരിക്കലും നിങ്ങൾ ചെയ്തു തന്ന ഉപകാരം ഞാൻ മറക്കില്ല എന്ന് പറയാൻ, ഇനിയും നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഈ ഉപകാരം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും എന്ന് പറയുന്ന വാക്കുകളാണ്. നമ്മളൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കും ചിലപ്പോൾ. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പലപ്പോഴും ഒരു പിടിച്ചുവാങ്ങലുകളൊക്കെ ആയിട്ട് മാറാറില്ലേ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകളൊക്കെ ഒരു പിടിച്ചുവാങ്ങലായി മാറാറില്ലേ? മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ രണ്ട് വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. രണ്ട് വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്, യാക്കോബും യോഹന്നാനും. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ അവരുടെ അമ്മ വന്നാണ് ഈശോയോട് സഹായം അഭ്യർത്ഥിക്കുന്നതെങ്കിൽ, എൻ്റെ മക്കളിൽ ഒരാൾ നിൻ്റെ വലതു ഭാഗത്തും മറ്റൊരാൾ നിൻ്റെ ഇടതു ഭാഗത്തിരിക്കാനായിട്ടുള്ള കൃപ കൊടുക്കണമേ എന്ന് അവരുടെ അമ്മ വന്നാണ് സഹായം അഭ്യർത്ഥിക്കുന്നതെങ്കിൽ, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുക അവർ തന്നെയാണ് ഈശോയോട് തങ്ങളുടെ ആവശ്യം, ആഗ്രഹം പറയുന്നത്, നിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കാനുള്ള കൃപ തരണമേ എന്ന്.
ഒരുപക്ഷെ എന്തുകൊണ്ടും അത് ചോദിക്കാനായിട്ടുള്ള അർഹത അവർക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്നവരാണ് ഈ യാക്കോബ് സ്ലീഹയും യോഹന്നാൻ സ്ലീഹയും. അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി സമർപ്പണത്തിൻ്റെ കഥ ഒരുപക്ഷെ അവർക്ക് പറയാനുണ്ടായിരിക്കും. അവരുടെ സമർപ്പണം അത്ര വലുതായിരുന്നു. പത്രോസ് ലീഹ തൻ്റെ വള്ളവും വലയുമാണ് ഈശോയ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചതെങ്കിൽ യാക്കോബും യോഹന്നാനും ഉപേക്ഷിക്കുന്നത് വള്ളവും വലയും തങ്ങളുടെ അപ്പനെ തന്നെയും ഉപേക്ഷിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കാം. ഇത്രമാത്രം സമർപ്പണം ചെയ്തിട്ടുള്ള അവർക്ക് ഒരുപക്ഷെ ഈശോയുടെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള ആ കൃപ ഞങ്ങൾക്ക് തരണമേ എന്നൊക്കെ പറയാൻ ഒത്തിരി ന്യായമുണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അത് മറ്റ് ശിഷ്യന്മാർ കേൾക്കുന്നു. ആ ശിഷ്യന്മാർക്ക് അവരോട് അസൂയ തോന്നി അല്ലെങ്കിൽ കോപം തോന്നി എന്നുള്ളതാണ്. എന്നാൽ ഈശോ ഈ ഒരു സന്ദർഭത്തെ കുറച്ചുകൂടി അവരുടെ തെളിമയുള്ള ഒരു ബോധ്യത്തിലേക്ക്, അവരുടെ ചിന്തകളെ തെളിമയുള്ള ഒരു ബോധ്യത്തിലേക്ക്, ഒരു അറിവിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുക: നിങ്ങൾ അധികാരങ്ങളും സ്ഥാനങ്ങളും നേടിയെടുക്കേണ്ടത് ചതിയിലൂടെയും കാലുവാരിയും കസാര വലിച്ചൊന്നുമല്ല. നിങ്ങൾ ചതിയിലൂടെയും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും കസാര വലിച്ചും കസാര കളിച്ചും പറ്റിച്ചുമൊന്നല്ല നിങ്ങളുടെ സ്ഥാനങ്ങൾ നേടിയെടുക്കേണ്ടത്. പിന്നെയോ കൂടെയുള്ളവൻ്റെ കാല് കഴുകിയും കാല് പിടിച്ചും കുറഞ്ഞുകൊടുത്തും കാൽക്കലിരുന്നു വേണം നിങ്ങൾ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ എന്നാണ് ഈശോ അവരെ ഉദ്ബോധിപ്പിക്കുക. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നമ്മളുടെ പ്രാർത്ഥനകൾ എത്തരത്തിലാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എനിക്ക് വേണ്ടി മാത്രമാണോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമാണോ ഞാൻ പ്രാർത്ഥിക്കണേ? അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഉപകാരമായി തീരുന്നുണ്ടോ എന്നൊന്ന് നമുക്ക് പരിചിന്തനം ചെയ്ത് നോക്കാം. ഈശോ ശിഷ്യന്മാരോട് പറയുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരെന്ന് ചിന്തിക്കരുത്. പകരം മറ്റുള്ളവരുടെ കാല് കഴുകിയും കുറഞ്ഞുകൊടുത്തും നിങ്ങൾ വലിയവരാകണം. ഈശോ പറയുന്ന ഈ വാക്കുകളെ നമുക്കൊന്ന് ഹൃദയത്തിലേക്ക് എടുക്കാം. എങ്ങനെയാണ് ഞാൻ കുറഞ്ഞു കൊടുക്കേണ്ടത്? എങ്ങനെയാണ് ഞാൻ കുറഞ്ഞവനായി എന്നെ തന്നെ കണക്കാക്കേണ്ടത്? എങ്ങനെയാണ് മറ്റൊരാളെ കൂടുതൽ മെച്ചമുള്ളവനായി ഞാൻ മനസ്സിലാക്കേണ്ടത്? നമ്മളൊരു പ്രാവശ്യം ധ്യാനിച്ചതുപോലെ കൈത്താകാലത്തിലൂടെയൊക്കെ സഭ കടന്നു പോകുമ്പോൾ ചിന്തിക്കുന്നൊരു വിഷയം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറണമെന്നുള്ളതാണ്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഫലങ്ങളുള്ളവരാണോ ഞാനും നിങ്ങളൊക്കെ? ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മൾ പറയും, എൻ്റെ ജീവിതത്തിൽ ഫലങ്ങളുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഫലങ്ങളുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, കുരിശിൻ്റെ വഴിയൊക്കെ നടത്തുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഇറച്ചും മീനും ഒക്കെ ഉപേക്ഷിക്കുന്നുണ്ട്, പാലും മുട്ടയും പോലും ഉപേക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിലത്തെ ഫലങ്ങളല്ലേ? ഇതൊക്കെ എൻ്റെ ജീവിതത്തിലത്തെ ഫലങ്ങളല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഈശോ പറയും, അല്ല, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിലെ ഫലങ്ങളല്ല. ഇതൊക്കെ ഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള വെള്ളവും വളവും മാത്രമേ ആകുന്നുള്ളൂ. എന്താണ് അപ്പോൾ ഫലങ്ങൾ? ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പരിത്യാഗങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കൊക്കെ മടങ്ങുമ്പോൾ അവിടെയുള്ള വ്യക്തികളോട് കരുണ കാണിക്കാനും അവരെ സ്നേഹിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ ക്ഷമിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? അവരോടൊക്കെ സാരില്ല, ഒന്ന് പോട്ടെ എന്നൊക്കെ പറയാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? അവരെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? ഇതാണ് ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ. സ്നേഹമാണ് ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തിലേക്ക് ഞാൻ എത്രമാത്രം വളർന്നിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എൻ്റെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും പുണ്യജീവിതമൊക്കെ ആ ഒരു സ്നേഹത്തിലേക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകും. ഈശോ ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഉള്ളിൽ തർക്കവും മുറുമുറുപ്പും ഒന്നുണ്ടാവരുത്, പകരം
പരസ്പരം മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനായി കണക്കാക്കാമെന്ന ആ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ഈ ഒരു കൃപയുടെ മണിക്കൂറിൽ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ, നിന്നെ വിശ്വസിക്കാൻ, നീ അയച്ച പുത്രനിൽ, നിൻ്റെ ഏകജാതനിൽ വിശ്വസിക്കാൻ തക്കം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. പ്രിയപുത്രനെ കാണുവാനും അവൻ നൽകിയ സന്ദേശം, അവൻ നൽകിയ കൽപ്പന ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനും ഞങ്ങളെ ഒരുക്കണമേ. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു കൃപയുടെ മണിക്കൂർ പ്രത്യേകമായി നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കാം. നിരവധിയായിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. എൻ്റെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് മാത്രമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? അതോ എൻ്റെ ആഗ്രഹങ്ങളാണോ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ ഒക്കെ പിടിച്ചു വാങ്ങാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്? ഈശോയുടെ ആഗ്രഹങ്ങൾ, ഈശോ എൻ്റെ ജീവിതത്തിൽ കരുതി വച്ചിരിക്കുന്നവ പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തമാക്കുവാൻ, ഏറ്റുവാങ്ങുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.